ഐ ലീഗ് ഫുട്ബോളിൽ ആവേശകരമായ ക്ലൈമാക്സിനൊരുങ്ങി കോഴിക്കോട്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന നിർണായക മത്സരത്തിൽ ഗോകുലം കേരള FC ജംബോ FCയെ നേരിടും. ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കശ്മീർ പോരാട്ടവും ഇന്ന് നടക്കും. മൂന്നാം ഐ ലീഗ് കിരീടവും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള സ്ഥാനക്കയറ്റവും ലക്ഷ്യമിട്ടാണ് മലയാളക്കരയുടെ സ്വന്തം ഗോകുലം കേരള FC ഇന്നിറങ്ങുന്നത്. 21 കളികളിൽ നിന്ന് 37 പോയിന്റുമായി GKFC പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ചർച്ചിൽ ബ്രദേഴ്സുമായി 2 പോയിന്റ് മാത്രം വ്യത്യാസം. 36 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട് റിയൽ കശ്മീർ. ലീഗിലെ 22 റൗണ്ട് മത്സരങ്ങളിൽ അവസാന മത്സരം വരെ കാത്തിരിക്കണം കിരീടം ആർക്കെന്നറിയാൻ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള FC ജംബോ FCയെ നേരിടുന്ന ഇതേ സമയം ശ്രീനഗറിൽ നടക്കുന്ന കളിയിൽ റിയൽ കശ്മീർ ചർച്ചിൽ ബ്രദേഴ്സിനെ എതിരിടും. ഗോകുലത്തിന്റെ ജയത്തിനൊപ്പം ചർച്ചിൽ ബ്രദേഴ്സ് തോൽക്കുകയും ചെയ്താൽ ഗോകുലത്തിന്റെ സ്വപ്നം പൂവണിയും. മുൻ ഹെഡ് കോച്ച് അന്റോണിയോ റുവേഡയ്ക്ക് പകരക്കാരനായി അസിസ്റ്റന്റ് കോച്ച് ടി എ രഞ്ജിത്ത് ചുമതല ഏറ്റെടുത്തതിനു ശേഷം മികച്ച പ്രകടനമാണ് ഗോകുലം കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് മത്സരങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ലാസ്റ്റ് 7 മാച്ചിൽ 6 മാച്ച് ജയിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ ഏത് മത്സരത്തെ സമീപിച്ചിട്ടുള്ളതും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്. റിയൽ കശ്മീർ FC ചർച്ചിൽ ബ്രദേഴ്സിനെ 3-0 എന്ന മാർജിനിൽ തോൽപ്പിക്കുകയും GKFC ജംബോ SCയോട് തോൽക്കുകയും ചെയ്താൽ കിരീടം റിയൽ കശ്മീരിനെ നേടാനായേക്കും. അതേസമയം റിയൽ കശ്മീർ FCക്കെതിരായ മത്സരത്തിൽ സമനില പിടിച്ചാലും ചർച്ചിൽ ബ്രദേഴ്സിന് കിരീടം ഉറപ്പിക്കാം. യവേ മത്സരത്തിൽ ജംബോ SCയെ കീഴടക്കിയതിന്റെ ആത്മവിശ്വാസവും മലബാറിയൻസിന് തുണയാണ്. ആരാധകരുടെ മനനിറക്കാൻ GKFC ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ മത്സരത്തിന് പ്രവേശനം സൗജന്യമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.